ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ ഹരിയാനയിലാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ കാശ്മീർ ആയിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ തിരിച്ചു പോകുന്ന വേറെ റൂട്ടാട്ടോ, വന്ന റൂട്ട് പോകുന്നില്ല. തിരിച്ച് നമ്മൾ നമ്മുടെ അപ്പുറ സൈഡ് കൊങ്കൺ റെയിൽവേ ആ ഒരു റൂട്ടാട്ടോ പിടിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് 100K ആവണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾ പമ്പിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് മാറിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. കേട്ടോ, അത്യാവശ്യം തിരക്കായി തുടങ്ങി രാവിലെ. സംഭവം 9 മണി ആയിട്ടേ ഉള്ളൂ, എന്നാൽ ഹൈവേയിൽ തിരക്കായി. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അല്ലേ? ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കണം. ഇതേപോലെ കാശ്മീരൊക്കെ പോകാൻ താല്പര്യമായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു പ്രചോദനം ആയിക്കൊള്ളാതില്ലല്ലോ. അതെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ ഓടി എത്തിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഭയങ്കര പൊടി. ലോറിക്കാരൊക്കെ ഫ്രണ്ടിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഗ്ലാസ് ഒന്നും ക്ലീൻ ചെയ്യല്ല. ഇതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഈ വണ്ടീൻ്റെ ഗ്ലാസ് ക്ലീൻ ആക്കൽ വൻ ടാസ്ക്കാണ്. കാരണം ഒരു ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതേപോലെ തന്നെയാവും. എത്ര ക്ലീൻ ചെയ്താലും ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. കുറച്ച് അത്യാവശ്യത്തിന് പറയാം, ഒന്നും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ തുടയ്ക്കണം. എന്നാലും ചേട്ടേ, നമ്മുടെ പഴയ കാഴ്ചകളിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്തുപോവാന്ന് പറയാ, പ്ലാസ്റ്റിക് ബോഗൺവില്ല അല്ലാണ്ട് വേറൊന്നും പേരില്ലേ? കടലാസ് റോസ്. നമ്മളെ നാട്ടില് കടലാസ് റോസ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ബോഗൺവില്ല എന്ന് പറയണ പോലെ അത്രയും വലിയ പരിഷ്കാരങ്ങളൊന്നും വേണ്ട. സാധാരണക്കാർ അത് വേറെന്തോ ആണ്. അത് വിദേശത്തേക്ക് കയറ്റി വിടുന്ന സാധനമാണ് നമ്മൾ കഴിച്ചത്. നമ്മുടെ നാട്ടിലേക്കൊന്നും അത് കിട്ടാറ് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. ആ കളർ അല്ലെങ്കിൽ ആ കളറുള്ള ഒരു സാധനം ഇപ്പൊ വരുന്നുണ്ട്, പണ്ടൊന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ പക്ഷെ കുറച്ചൊക്കെ വരുന്നില്ലേ? ഇത് ഫുൾ അങ്ങോട്ട് പൂ വിരിഞ്ഞ ബോഗൺവില്ലകളല്ല അല്ലേ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ടതൊക്കെ അടിപൊളിയായിരുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോയല്ലേ നമ്മൾ ഇങ്ങോട്ട്? അതല്ല, പോയപ്പോത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞതാ. നമ്മുടെ പഴയ കാഴ്ചകളിലേക്കല്ല നമ്മൾ തിരിച്ചെത്തി. അല്ല ഏട്ടേ, ഇന്ന് നമുക്ക് ഹരിയാന ഇറങ്ങാൻ പറ്റുമോ? ഹരിയാന കേറിയാലും അല്ല, ഇറങ്ങിയാലും കുഴപ്പമില്ല, ഇറങ്ങിയില്ലേലും കുഴപ്പമില്ല. നമുക്ക് ഇന്ന് കുക്ക് ചെയ്യണം. ഇന്നലെ ഇതേപോലെ കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ലാസ്റ്റ്. ഇന്ന് എന്തായാലും കുക്ക് ചെയ്യണം. എനിക്കെന്തറിയോ, ഇവരുടെ ഫുഡൊന്നും പറ്റുന്നില്ല. ഇവര് ഈ ചപ്പാത്തിയും ഇതൊക്കെ തന്നെ നമ്മള് സാധാരണ ചോറൊക്കെ കഴിച്ച് റൊട്ടി കനലിലിട്ട് ചുട്ട് റൊട്ടി തിന്നൊന്നും മടുത്ത് നമുക്ക് നമ്മുടെ ചോറും ഇന്ന് നമുക്കൊരു അച്ചാറും ഒരു പണിയാ. നമ്മള് എവിടെയെങ്കിലും ഒരു എക്സിറ്റ് ഉണ്ടെങ്കിൽ എക്സിറ്റിൽ കൂടി ഇറങ്ങി നോക്കാം. കാരണം നമ്മൾ ഈ ഹൈവേ കൂടി പോയാൽ നമുക്ക് ഒന്നും കിട്ടില്ല. ഗ്രാമത്തിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരും. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് കാര്യം നമുക്ക് നോക്കാം. അതെ, കാര്യം ചോദിക്കട്ടെ, ജയടക്ക് സ്പീഡ് അങ്ങ് വല്ലാണ്ട് കൂട്ടുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അത് വേണ്ട, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അല്ല, അങ്ങനെയല്ല, ഞാനായിട്ട് കൂട്ടുന്നല്ല, അത് തന്നെ കൂടി പോണ. കാരണം എന്താ പറയാ, വഴി ഇങ്ങനെ നീണ്ട് കിടക്കുക. അതിൽ കൂടി ഞാന് 70 ആണല്ലോ നമ്മുടെ സ്പീഡ്. അപ്പൊ 70 വരെ പോയിട്ട് നമ്മൾ പോവാത്ത പോലെ തോന്നുക, വണ്ടി നീങ്ങാത്ത പോലെ. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പൊ ഫുള്ള് അത്യാവശ്യം ഒരു രാജസ്ഥാന്റെ ഒരു ഇതിലേക്ക് അതെന്തറിയോ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഹരിയാന നമ്മള് വിടും. പിന്നെ സമാധാനായില്ലേ? പിന്നെ രാജസ്ഥാൻ ഒന്ന് ഓടി തീരണമെങ്കിലാണ് സമയം കിടക്കുന്നത്. ഹരിയാന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെട്ടെന്ന് തീർന്നില്ലേ? കാരണം നമ്മള് ജസ്റ്റ് ഈ സൈഡ് കൂടി കേറുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഹരിയാന അങ്ങനെയല്ലേ, ഇന്നിപ്പോ നമ്മള് ഒരു ദിവസത്തിന്റെ അടുത്ത് ഓടി. കഴിഞ്ഞ പ്രാവശ്യം അത്ര പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ ആ ബ്ലോക്കിന്റെ ഒരു പ്രശ്നമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കറങ്ങിട്ട് പോയായിരുന്നു. പക്ഷെ റിസ്ക് ആണെന്നാണ് നമ്മൾ ഇന്നലെ കണ്ട ചങ്ങായി പറഞ്ഞു കേട്ടില്ലേ, ആ പമ്പിലെ ആളും പറഞ്ഞിട്ടില്ലേ. കഴിഞ്ഞു, പക്ഷെ ബ്ലോക്കുകളൊന്നും മാറിയിട്ടില്ല. അവിടെ ഇവിടെ ഇലക്ഷനൊക്കെ ആയില്ലേ, സൈഡൊക്കെ ഫുള്ള് മരുഭൂമി പോലെ ആയില്ലേ? മരുഭൂമിയല്ല, കുറെ കൊടിയൊക്കെ പിടിച്ച ആൾക്കാരുമാണ്. അത് എന്തോ ഒരു സെറ്റപ്പാണ്, അമ്പലത്തിൽ പോകും, അങ്ങനെ എന്തോ ഒരു ഇതാണ്. മെയിൻ അമ്പലം കാണുക, അവിടേക്ക് നടന്നു പോവാന്നോ അങ്ങനെ എന്തെങ്കിലും വല്ല നേർച്ചയൊക്കെ അതാ. കൊറേ പേരില്ലേ, പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണോ എന്തോ. എടേ, മുന്നിൽ കാണുന്ന ബ്ലോക്ക് കണ്ടോ? എന്തിന്റെയാ? ഹരിയാനേന്നേ. അതെ, ഹരിയാനേന്നേ. നമ്മളിപ്പോ രാജസ്ഥാൻ കേറും.
ആ അതിന് തന്നെ ആ സമരത്തിന്റെയാണ് ഇവിടുന്ന് അങ്ങോട്ട് കേറാതിരിക്കാനുള്ളത്. നമുക്കെന്നാ ഇതിലെ പോയി പച്ചക്കറി ഉണ്ടോ നോക്കിയാലോ. അങ്ങനെ ഒരു പച്ചക്കറി കട കിട്ടി കേട്ടോ. 2 ദിവസം തപ്പിയിട്ടാണ് ഇത്രയും സാധനം ഉള്ളൊരു കട കിട്ടുന്നത് അല്ലേ. ഇത് ബീൻസ് അല്ലേ, ബീൻസ് പോലത്തെ സാധനം. പാവയ്ക്കുണ്ട്. നമുക്ക് എന്താ വാങ്ങാം? പാവയ്ക്കാത്തോരനാ? പാവയ്ക്കാത്തോരൻ എനിക്ക് വേണ്ട. തക്കാളി വാങ്ങുന്നുണ്ടോ? തക്കാളി, കിഴങ്ങ് വേണ്ടല്ലോ, ഗ്യാസ് അല്ലേ. ക്യാബേജ് എടുക്കണോ? വേണ്ടല്ലോ. പച്ചക്ക് തന്നെ നമ്മുടെ ഇച്ചിരി വള്ളിപ്പയർ ഉണ്ടായിരുന്ന ഇച്ചിരി തോരൻ വെക്കായിരുന്നു അല്ലേ. ഫ്രൂട്ട്സും എല്ലാം കൂടി. ഈ വെള്ള സാധനം എന്താ ഉണ്ടാ? എന്തൊക്കെയോ നമ്മൾ കാണാത്ത സാധനങ്ങൾ അല്ലേ. എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ഈ പയർ ഐറ്റംസ് ഇച്ചിരി വാങ്ങാം. അതാകുമ്പോൾ നമുക്ക് തോരൻ വെക്കാം. പച്ചമുളകുണ്ട്. എൻ്റെ അതിൻ്റെ ഒരു മുളകിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ? അതെ. ഇവിടെ ഒരു സാധനം ഒളിച്ചിരിക്കുന്ന കണ്ടോ? നമ്മുടെ ചക്ക. ആഹാ, നമ്മൾ രാജസ്ഥാൻ കയറാനേ നമുക്ക് ചക്കയുണ്ട്. ഇതേ പച്ചമാങ്ങ. മാങ്ങ മേടിക്കാം അല്ലേ. എന്നാ കുറച്ച് മാങ്ങ മേടിച്ച് ചുമ്മാ തിന്നണം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? നീ ഭയങ്കര മാങ്ങ കൊതിച്ചല്ലേ. ഇത്രയും സാധനങ്ങളാട്ടെ നമ്മൾ വാങ്ങിയേ. വഴുതനങ്ങ ഉണ്ട്, ഇവിടുത്തെ ക്യാരറ്റ് ഉണ്ട്, കിഴങ്ങ്, തക്കാളി, കുറച്ച് പച്ചമുളക്, വെണ്ടയ്ക്ക, 2 മാങ്ങ. ഇത്ര സാധനങ്ങളാട്ടോ നമ്മളെടുത്തേക്കുന്നത്. എന്തായാലും നോക്കാം. നമ്മൾ കാണാത്ത സൈസ് സാധനങ്ങളല്ലേ. ഇതെന്താ സാധനം എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇത് മത്തങ്ങേൻ്റെ ചെറുതാണോ ഡി? ഇത് മട്ടർ. ഇത് സവോള കണ്ടോ? സവോള എങ്ങനെയാണ് ആ തണ്ടടക്കം കൊണ്ടുവന്നേക്കുന്നത്. ഇത് എന്താണ് സാധനം? തിന്നുന്ന സാധനമാണ്. അതെ അതെ. പച്ചക്കറി വാങ്ങിട്ടോ. ഇവിടുത്തെ പച്ചക്കറികളൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. നമുക്ക് ഒരു പണി ചെയ്താലോ? അതായത് നമുക്കിനി രാജസ്ഥാനിൽ കയറിയിട്ട് കുക്ക് ചെയ്താൽ പോരെ. എന്തായാലും ഇവിടം വരെ ആയില്ല അല്ലേ. ഇവിടെ നീണ്ടുള്ള വഴുതനങ്ങ പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. തോരൻ വെക്കാൻ പയറില്ല, അങ്ങനത്തെ ഒരു ഐറ്റംസും ഇല്ല. അത് കിട്ടുന്ന സ്ഥലം ഉണ്ടാവുന്നേ. നമ്മളിപ്പോ ഇവിടുന്ന് അല്ലേ മേടിക്കുന്നത്. പക്ഷെ ഇവിടെ മൊത്തം കടകളിൽ ഈ ഒരു സാധനങ്ങൾ തന്നെയായിട്ട് ഇരിക്കുന്നത്. മത്തങ്ങയൊക്കെ ഉണ്ട് അല്ലേ. മത്തങ്ങയൊക്കെ ഉണ്ട്. പക്ഷെ 50 രൂപ ആയുള്ളൂ. 50 രൂപയുള്ളൂ. അല്ല, പക്ഷെ സംഭവത്തിന് വിലക്കുറവാണ്. പച്ചക്കറികൾക്കൊക്കെ വിലക്കുറവുണ്ട്. കാരണം ഇതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന നല്ല ഫ്രഷ് സാധനമാണ്. കൊണ്ട് ഇറക്കിയിട്ടേ ഉള്ളൂ നമ്മൾ എടുക്കുന്നൊക്കെ. ഒരു സത്യം അറിയോ? നമ്മള് രാജസ്ഥാൻ കയറി. ചെക്ക് പോസ്റ്റ് അല്ല, ഒന്നുമില്ല. ഞാൻ നേരത്തെ വെച്ചത് രാജസ്ഥാൻ കേറാൻ വേണ്ടിയുള്ള ചെക്ക് പോസ്റ്റ് ആയിരുന്നോ? ഏയ് ആർക്കറിയാം. വഴി തെറ്റി കയറിയതാണോ? അല്ല അല്ലേ. അല്ല, രാജസ്ഥാൻ കയറി. ഇനി രാജസ്ഥാൻ ഒരു ലോഡ് കണക്കിനുണ്ട്. കുറേ ഉണ്ട്. അതിനാണ് ഓടി തീരുള്ളൂ. അപ്പൊ ഇനി നമുക്ക് കുറേ മണലുകൾ കാണാം, മണലാരണ്യങ്ങൾ കാണാം. രാജസ്ഥാൻ പക്ഷെ അടിപൊളിയാണ്. കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ മണലാണെന്ന് പറഞ്ഞാലും എല്ലാ സ്ഥലത്തും മെയിൻ കൃഷികളുണ്ട്. നെല്ലും കടുകും ഗോതമ്പും അങ്ങനത്തെ എല്ലാ ഉള്ളിലേക്കൊക്കെ നല്ല പച്ചക്കറി. ഇതായിരിക്കും ചിലപ്പോ രാജസ്ഥാനിൽ കേറുന്നതിന്റെ. അല്ല, സാധാരണ നമ്മളങ്ങനെ കേറുമ്പോ എല്ലാ സ്ഥലത്തും ഈ ലോറികൾക്ക് കേറാൻ വേണ്ടി ഒരു വേറൊരു സ്ഥലം ഉണ്ടാവും. പെർമിറ്റും കാര്യം, ടാക്സി വണ്ടികളും ലോറികളൊക്കെ കയറുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ. ഇതല്ലേ? അതെ, അവിടെ ലോറികളൊക്കെ നിർത്തിയേക്കുന്നുണ്ടില്ലേ? അങ്ങോട്ട് കുറച്ച് ലോറികൾ കയറ്റി നിർത്തിയേക്കുന്നുണ്ടോ? ആട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ ഈ മരത്തിലൊന്നും ഇല ഉണ്ടായിരുന്നില്ലല്ലോ. വെട്ടി നിർത്തിയതൊക്കെ വെറും കമ്പുകളായിട്ട് നിൽക്കുമായിരുന്നില്ലേ. എല്ലാത്തിലും ഇലയായി, കുഞ്ഞു കുഞ്ഞു കുറ്റിയിലകളായി. നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ. കുറ്റിയിലകൾ കാണാൻ. എന്താ ഇത്? കട്ടക്കളാണ് അല്ലേ? കട്ടക്കളത്തിലെ പുകയാണ്. നമ്മള് നേരെ ഒരുത്താൻ വരുന്നുണ്ടല്ലോ. ജീവിച്ചുള്ള ആഗ്രഹം തീർന്നിട്ടില്ല. കശ്മീർ വരുമ്പോഴത്തേക്കും ആഗ്രഹങ്ങളൊന്നും തീർന്നില്ല. അങ്ങനെ നമ്മളിത് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അത്യാവശ്യം സൈഡാക്കി ഇട്ടേക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഫുള്ള് നല്ല മണൽ തന്നെ അല്ലേ. ഒരു മരുഭൂമി ചായയാണ് മൊത്തത്തിൽ അല്ലേ. നമ്മളിപ്പോൾ രാജസ്ഥാനിലാണ് കുക്ക് ചെയ്യാൻ നിർത്തിയേക്കുന്നതെന്ന്. എന്താ ആൻസി മസിൽ പിടിക്കണേ? ആദ്യം നമുക്ക് ചോറിടാം കേട്ടോ. ചോറിട്ടിട്ട് ഇന്ന് തോരൻ വെക്കണം, ഒരു ചാറുകറിയും വെക്കണം അല്ലേ. കാരണം കുറേ ദിവസമായി നമ്മുടെ അരി കൂട്ടി ഇച്ചിരി ചോറിട്ടിട്ട്.
അതൊരു ലോറി പോയതാ. ഫോണുണ്ടല്ലോ, പൈസ മുടക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ചോറ് അടുപ്പേ കയറ്റി കേട്ടോ. ഇനി എന്താണ് ഇവിടെ ആൻസി ചേച്ചി എന്താ പരിപാടി? അന്ന് നമ്മൾ മേടിച്ച് വെച്ചതല്ലേ ആൻസി അത്? പക്ഷേ സവോള പോയിട്ടില്ല, കിഴങ്ങ് പോയി, വെളുത്തുള്ളിയും പോയി. അയ്യോ, നമ്മൾ വെളുത്തുള്ളി വേറെ മേടിച്ചിട്ടില്ലല്ലോ. പോയിട്ടില്ല? ആ, എന്നാ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങൾ വെച്ച് നമുക്ക് ഇന്ന് കറി ഉണ്ടാക്കാമല്ലോ അല്ലേ? അതെന്ത് ചെയ്യും? ആ, ഇതല്ലേ, ഇതിലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർത്ത് ചെറിയൊരു ചാറും അതേപോലെ മാങ്ങയുണ്ട്, ചുമ്മാ കടിച്ചില്ല അല്ലേ? ഓ, വെയിലൊരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളിത് ഈ ഒരു ചെറിയ തണൽ കണ്ടുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. ആൻസി, ഇവിടെ നല്ല രീതിക്ക് മുള്ളുണ്ട്, നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. എല്ലാം പോയോ? ഒറ്റ പച്ചക്കറി പോലും പോയിട്ടില്ല, നാശമായിട്ടില്ലല്ലേ? ഇതിന്റെ തൊണ്ടിന് മാത്രമാണ് കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഉരുണ്ടിരിക്കുന്നുണ്ടോ? വെളുത്തുള്ളി അല്ലേ? അതിന്റെ മുഴുപ്പാണ് അല്ലേ? അതൊക്കെ പോട്ടെ, നമ്മുടെ തക്കാളി നോക്കി കേട്ടെ. അതെ, ഞാൻ വേറെ കാര്യം പറയട്ടെ. അവിടെ ഫ്രിഡ്ജിത്തെ ക്ലൈമറ്റ് ആണ്, അവിടെ തണുപ്പാണ്, ചൂടൊന്നുമില്ല. ഇനി ഇരുന്നാ പോകും, പക്ഷെ ഇനി ഇരുന്നാ പോകും. പക്ഷെ പച്ചമുളക് മാത്രം ഒന്ന് പഴുത്തു പോയി. ഇതുണ്ടോ, ഇത്ര സാധനങ്ങളുണ്ട് കേട്ടോ. എന്നിട്ടാണ് കൂടി നമ്മള് പച്ചക്കറി ഇല്ലേ എന്ന് പറഞ്ഞ് നടന്നത് അല്ലേ? സുഖമായിട്ട് വെക്കാം. ഒരു സാമ്പാറിന് അല്ല, സാമ്പാറല്ല, ചെറിയൊരു ചാറുകറിക്കുള്ള സാധനം ഉണ്ട് ചേട്ടാ. നമ്മള് നിർത്തിയത് കറക്റ്റ് സ്പോട്ടിലാട്ടോ. ട്രെയിൻ പോകുന്നുണ്ടോ? ആഹാ, കൊള്ളാല്ലേ? ആ, ആൻസി ട്രെയിനെ കയറിയിട്ടുണ്ടല്ലോ അല്ലേ കഴിഞ്ഞ യാത്രയിൽ? നമ്മുടെ ആൻസി, നമ്മൾ സാമ്പാറല്ലല്ലോ വെക്കുന്നത്, ചാറുകറി അല്ലേ? ഉള്ള തോരൻ വെച്ച് സാമ്പാർ കൂടി അല്ല, ഉള്ള പച്ചക്കറി വെച്ച് സാമ്പാർ പോലൊരു ചാറ് കേട്ടോ. ആരും കുറ്റം പറയരുത്. നമ്മുടെ കഞ്ഞി ഇവിടെ ദേ കൂവുന്നുണ്ടെന്ന്. കഞ്ഞി ഏതാണ്ട് വേവുന്നുണ്ട്. അപ്പൊ അത് ക്യാരറ്റ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഉണ്ടോ? ഉള്ളത് വെച്ചുള്ള ഓണം പോലെ അല്ലേ? പരിപ്പും കൂടി ഇടണേ. എന്തായാലും സാമ്പാറല്ലല്ലോ, എന്നാലും പരിപ്പ് കിടക്കട്ടെ അല്ലേ? പശുക്കൾ വരുന്നുണ്ടല്ലോ. നമ്മൾ പച്ചക്കറി ഇതാക്കാന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ? അപ്പോൾ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആൻസി, ഇനി എന്തൊക്കെയാ നമ്മൾ ഇന്നത്തെ ഫുഡ് ഒന്ന് പറഞ്ഞേ. ഫോൺ അടിക്കല്ലേ ചേട്ടാ? ആ, ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. അത് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന പോലെ ഇരിക്കും. ഇതും വഴുതനങ്ങ ഫ്രൈ. മത്തി ഇല്ലാത്തതിന്റെ പേരിൽ വഴുതനങ്ങ വറക്കുന്നു. തോരൻ ഉണ്ടാക്കുന്നുണ്ടോ? വേണ്ടല്ലോ. ആ, ഭയങ്കര ആർഭാടായി പോലെ. ആ, അപ്പോൾ നമ്മുടെ വറക്കുന്നതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിച്ചിരി ഇട്ടു കേട്ടോ, ഇച്ചിരി മുളക് പൊടി. ആ, മുളക് പൊടിയൊക്കെ അത് മതി, വല്ലാണ്ട് എരിവ് കഴിക്കണ്ട. മുളക് പൊടി മാത്രം നമുക്ക് അധികം ചിലവേ ആവുന്നില്ല കേട്ടോ. മഞ്ഞപ്പൊടി ആവുന്നുണ്ട്, മുളക് പൊടിയാണ് അധികം ചിലവാതെ. കുഴപ്പമില്ല, കുറച്ചും അത് മതിയാവും അല്ലേ? ഇനി അതിലേക്ക് ഇച്ചിരി എണ്ണയും കൂടി അങ്ങ് ഒഴിച്ചാൽ. ഇച്ചിരി എണ്ണ ഒഴിക്കണ്ടേ? ഈ പൊടി ഇങ്ങനെ ഉള്ളിൽ കൂടി വീഴുന്ന അത്ര നല്ലതല്ല കേട്ടോ. രാത്രി കിടക്കുമ്പോൾ നമ്മൾ തുമ്മിയൊരു വഴിയാകുവേ. നോക്ക്, തെറിക്കുന്നല്ലേ? ഇച്ചിരി ഒഴിച്ചോ, അതാകുമ്പോഴേ ഒന്ന് പിടിച്ചിരിക്കട്ടെ. എന്തായാലും സാമ്പാറും കൂടി ആയിട്ടല്ലേ നമുക്ക് ഇത് ആക്കൽ നടക്കുള്ളൂ. ആ, ഇതാദ്യം മറക്കാനാ? കുറച്ചും കൂടി ഉപ്പ് കൂടിയിട്ടില്ലല്ലോ അല്ലേ? ചെറിയ BP കാരി ആയതുകൊണ്ട് എന്റെ ഉപ്പ് നോക്കി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ പണി പാളും. വഴുതനങ്ങ ഇതിന്റെ കൂടെ തന്നെ ഇട്ടു കേട്ടോ. ആ, വഴുതനങ്ങ ഇച്ചിരി കൂടി ഇത് വേണോ? മസാല വേണോ? മുളക് പൊടി ഇട്ടു. അപ്പൊ ഇതിങ്ങനെ തിരുമ്മിയിട്ട് കുറച്ചു നേരം വെക്കുക, വറക്കുക, അത്രേ പരിപാടി ഉള്ളൂ കേട്ടോ. പക്ഷെ വെറൈറ്റി സാധനമാണ്. ആദ്യം നമുക്ക് വറക്കാനുള്ള അങ്ങ് വറുത്തെടുക്കാം അല്ലേ? ഇത് കൊണ്ടാട്ടമുളക് വേണോ? ഒരു 4 എടുക്കാം അല്ലേ? ചുമ്മാ ചോറിന് ചെറിയൊരു ചെമ്പും ചുവക്കില്ലേ? ചോറായൊന്നും നോക്കിയാ മോളെ, അവിടെ നിന്ന് വേഗട്ടെ അല്ലേ? അപ്പൊ ആദ്യം എന്നാ വഴുതനങ്ങ വറുത്തോട്ടോ. ഇതിൽ വേറൊരു പ്രത്യേകത എന്താണ്? ഈ വഴുതനങ്ങയില്ലേ, ചില പിള്ളേര് നമ്മുടെ വീട്ടിലെ പിള്ളേരൊന്നും വഴുതനങ്ങ തിന്നില്ല. സൗണ്ട് കാരണം, പക്ഷേ വീട്ടില് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ അവര് കഴിക്കും. രണ്ടുപേരും കഴിക്കും. രണ്ടുപേർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ഞാൻ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിങ്ങനെ
ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ കൂടെ എനിക്കും അല്ലേ? ഇതിപ്പോ വഴുതനങ്ങ കുറേ ആയോ? ഒറ്റ വഴുതന പകുതിയുള്ളൂ. കുറച്ച് നമ്മള് കറിയിലേക്ക് വിട്ടില്ലേ? ഈ വഴുതനങ്ങ വറുത്ത എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ കിഴങ്ങും ഇതേപോലെ തന്നെ വറുത്ത്, അതേപോലെ കൊണ്ടാട്ടമുളകും കൂടി വറുത്തെടുക്കാം കേട്ടോ. മെയിനായിട്ടൊരു കാര്യം എന്താ അറിയോ? എന്താണ്? ഇതുപോലെ ആരുവേ എണ്ണ കമത്തിന് കിട്ടും. ഞാൻ വിചാരിച്ചെന്താ അറിയോ, രണ്ടും ഉണ്ടാക്കണ്ടേ? അപ്പൊ ഇച്ചിരി എണ്ണ അധികം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. തുള്ളി എണ്ണയിൽ മറച്ചിട്ട് ഫ്രൈ ചെയ്താണ് വീട്ടിലെടുക്കുക. അല്ല, ഇതിപ്പോ നമ്മള് മുക്കി വേവിച്ചെടുത്ത് അത്രയല്ലേ ഉള്ളൂ. മുക്കി പൊരിച്ചെടുത്ത പോലെ അതല്ല അതിന്റെ ഒരു രസം. ഇപ്പൊ മത്തി വറുത്തത് നമ്മള് ഉണ്ടാക്കുന്ന പോലെ ഇച്ചിരി എണ്ണയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, എണ്ണക്കകത്ത് മുക്കി പൊരിച്ചെടുക്കുന്നവരുണ്ട്. രണ്ട് രീതി ഉണ്ടല്ലോ. അതെ, അങ്ങനെ നമ്മുടെ വറവലെല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ അല്ലേ? കിഴങ്ങ്, കൊണ്ടാട്ടം, വഴുതന. അന്നേരം നോക്കിയപ്പോട്ട് നമ്മുടെ പാവയ്ക്കുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചോറ് വെന്തില്ല. അപ്പോൾ ഇനി ചോറും കൂടി വെന്തിട്ട്, അതെ, ചോറിൽ നമുക്ക് എപ്പോഴും പാളാറാ പതിവ് അല്ലേ? ആ, എന്നിട്ട് വേണം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ. സാമ്പാറിൻ്റെ ആറില്ല, സാ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻസിയേ, നീ എന്താ അത് പൊട്ടിക്കാൻ പോവാണോ? എനിക്ക് തോന്നി മാങ്ങ കിട്ടിയാ പിന്നെ ആൻസി അതിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന് എനിക്കറിയാം. ഇതൊന്നും ആയില്ലേ? ഒന്നും ആയില്ലേ? എങ്ങനെയുണ്ട് മാങ്ങ? എങ്ങനെയുണ്ട്? പുളിയുണ്ടോ? പേരക്ക മാങ്ങയാണോ? പുളി വേണല്ലേ? അപ്പം നമ്മുടെ ചോറും വാങ്ങി കേട്ടോ. ഇത് കണ്ടോ, ഒരു കിലി സൗണ്ട് കേട്ട് നോക്കിയതാണ്. ആൻസി അത് നോക്കാം. ആൻസി, ഒട്ടകം. പക്ഷെ അതിന്റെ മേത്ത് എന്തൊക്കെയോ കളറൊക്കെ വരച്ച് വെച്ചേക്കണേ. കളർഫുൾ ആക്കിയതാ അല്ലേ? കൊള്ളാം, അടിപൊളി. അതെന്തൊക്കെയോ വേറെ എന്തോ ഇൻഡു ഒക്കെ ഇട്ടിട്ടേ എന്തോ ഒരു സാധനം. ഇനി നമുക്ക് സാമ്പാർ വെക്കാം. കുക്കർ ചൂടായോ? അടുത്ത നമ്മുടെ മെയിൻ പരിപാടിയാണ് സാമ്പാർ ഉണ്ടാക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാമ്പാർ വെച്ചല്ല ഇപ്രാവശ്യം വെക്കുന്നത്. കാരണം അറിയോ, നമ്മുടെ സബ്സ്ക്രൈബർ വിദേശത്തുള്ള ആളാണ്, പ്രവാസി. ഞങ്ങള് പ്രവാസികൾ ഇങ്ങനെയാണ് പെട്ടെന്ന് കറി വെക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് വെക്കാം അല്ലേ? ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ടൈം ഉണ്ടാവില്ലല്ലോ. അതെ, കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി. എണ്ണ ഒഴിച്ചിട്ടേ കടുക് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ വേണോ? മതിയോ? മസാലയൊക്കെ ഒന്ന് ആവാനുള്ള എണ്ണ ഉണ്ടോ? നേരത്തെ ഒഴിച്ച പോലെ ആവും. അപ്പൊ ഇനി ഇത് കടുക് പൊട്ടിക്കുക, അതേപോലെ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. പുളിവെള്ളം വെച്ചായിരുന്നോ? അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അല്ലേ? അതെ. അപ്പോൾ അതാ കടുക് പൊട്ടിച്ച് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി. ഞാൻ അടുത്ത് തന്നോ? വേണ്ട, അതെന്താ? ഇച്ചിരി സാമ്പാർ പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടോ. ദൈവമേ, വല്ലാണ്ട് കമത്തണ്ട. അപ്പോൾ അതൊന്ന് മൂത്തിട്ടുണ്ട്. മൂത്തോ? ഇനി അതിലേക്ക് കഷ്ണങ്ങളല്ലേ ഇടണ്ടേ? കഷ്ണങ്ങൾ എന്ത് ചെയ്യേ? കഷ്ണങ്ങൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം അല്ലേ? അത് ജസ്റ്റ് ഒന്ന് ഇളക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒന്ന് എത്തുമല്ലോ. സാമ്പാർ, അതായത് കഷ്ണങ്ങൾ അധികം ഇല്ലാത്ത സാമ്പാർ. സാമ്പാറിന്റെ സാ മാത്രമേ ഉള്ളൂ, ആറില്ല. ഇച്ചിരി വെള്ളം. കുറച്ചും കൂടി ഒന്ന് വഴറ്റണായിരുന്നു കൂടി. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ആ മൂപ്പിച്ചയിലെ ഒന്ന് വഴറ്റുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വാടുന്നോടം വരെ ഒരു സുഖം കിട്ടിയ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പും, ആ പരിപ്പിന്റെ വെള്ളത്തിന്റെ കളർ എന്താ അങ്ങനെ? കളർ ഇളകി. ഇത് കളർ മുക്കി വരുന്നതാണോ ദൈവമേ? അത് കുഴപ്പമില്ല, നന്നായി വെന്ത് അലിഞ്ഞോളും. ഇനി ലേശം ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഈ സാമ്പാർ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സാമ്പാർ ഒന്ന് തുറന്നു നോക്കിയാൽ മോളെ, വെന്തോന്നറിയാലോ? ഓ, ഓഫ് ചെയ്തിട്ട് നേരത്രേ. നല്ല കൊഴുപ്പുണ്ടല്ലേ കറിക്ക്? ടേസ്റ്റ് ഉണ്ടോ നോക്കി? എങ്ങനെയുണ്ട്? ആണോ? അത് നമുക്ക് ചോറിലാണെങ്കിലും ഇടാമല്ലോ. ഉപ്പ് കുറയുന്നത് വിഷയമല്ല, കൂടിയാലേ വിഷയമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ചോറ് കഴിക്കാം അല്ലേ? ആൻസിയേ, ഇത് ഇത്ര പെട്ടെന്ന് എടുത്തോ? എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചേ. ആഹാ, ഇത് പൊളിച്ചല്ലേ? അത് കുഴപ്പമില്ല. കിഴങ്ങ് വറുത്തത്, വഴുതനങ്ങ വറുത്തത്, പാവയ്ക്കയും നമ്മുടെ എന്ത് മുളകാ? കൊണ്ടാട്ടം മുളക്, മീനച്ചാറ്, പിന്നെ സാമ്പാർ.
ഇത്ര സാധനങ്ങളുണ്ട് അല്ലേ? ഇന്ന് ഇച്ചിരി അധികം കറികളായല്ലോ അല്ലേ? എടി ഇത്ര ദാരിദ്ര്യം കാണിക്കണോ? അപ്പുറത്തുനിന്ന് ഒരു തവി എടുത്തിട്ട് ഇങ്ങ് വന്നാ പോരെ. ഇത് എങ്ങനെയാ നീ ഒഴിക്കണേ? കമത്താൻ പോകണോ? അപ്പൊ നമ്മളുണ്ടാക്കിയ സാധനം നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത് പറയാൻ പോവാണ് അല്ലേ? കാറ്റ്, നല്ല കാറ്റുണ്ട്. അത് ഈ വണ്ടികൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട്. കാര്യം നമ്മൾ റോഡിന്റെ സൈഡാണ്, എന്നാലും എന്താ ചൂടാ. നമ്മുടെ സാമ്പാറും കൂടി എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? വഴുതനങ്ങ എങ്ങനെയുണ്ട് വറുത്തത്? ആ, എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണോ? എങ്ങനെയുണ്ട്? ആണോ? അപ്പൊ ആ ചേട്ടന് തന്നെ ആദ്യം ഒരു നന്ദി പറയണ്ടേ? പ്രവാസികൾ ഇങ്ങനെ വെക്കുന്നത്, ആ ചേട്ടൻ അങ്ങനെ വെക്കുന്നതെന്നാ പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്കിനി കഴിച്ചിട്ട് കാണാം അല്ലേ? കാരണം ഞാനിങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്തായാലും പാത്രം നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ പാത്രത്തില്. അങ്ങനെ നമ്മുടെ കുക്കിങ്ങും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രിക്കും നമുക്ക് ഇത് തന്നെ കഴിക്കാം കേട്ടോ. പോവാൻസി, എന്തോടെ പരിപാടി? ആ, ഓ മുന്തിരി. ആ കേടായതൊക്കെ എടുത്തുകളാ. ഇന്നലത്തെ നമ്മുടെ ഫുഡാണല്ലേ മുന്തിരി. പോയേക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മുന്തിരികൾക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ. ഇങ്ങനെ ഒരു ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ യുദ്ധം കഴിഞ്ഞിട്ടില്ലേ? ഫുഡ് കഴിഞ്ഞു. പക്ഷെ ഒരു ഫുഡ് കഴിച്ച് കഴിയുമ്പോ ഒരു സംതൃപ്തി ഉണ്ടാവും പറയല്ലോ. ആ ഒരു തൃപ്തി ആയതുപോലെ അല്ലേ? ഇവരുടെ റൊട്ടി എത്ര ദിവസമായിട്ട് ദൈവമേ കഴിച്ചു. പിന്നെ ഇവരുടെ ബിരിയാണി അതൊന്നും നമുക്ക് തൃപ്തിയാവുന്നേ ഇല്ലായിരുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇനി സമാധാനത്തോട് കൂടി പോവാം. അന്ന് നമ്മൾ AC നന്നാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മള് തേഞ്ഞു പോയേനെ. കാരണം ഇവിടെ നമ്മൾ അന്നത്തെ ഒരു ക്ലൈമറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്ന് നമുക്ക് ഇവിടെ നല്ല തണുപ്പ്, പകലൊരു ചൂടുണ്ടെങ്കിലും കുക്ക് ചെയ്യാൻ നിന്നപ്പോ നമ്മള് വിറയ്ക്കുമായിരുന്നു. ഇപ്പൊ രക്ഷയില്ല കേട്ടോ. ഇതിൽ തന്നെ ഇവിടെ തന്നെ ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല. അമ്മാതിരി ചൂടാണ്. ഫ്രണ്ടിലാവുന്നുണ്ടോ? ചുഴലിക്കാറ്റാണോ? ചൂടിന്റെ അല്ലേ? ചൂടും കാറ്റും. മഹാരാഷ്ട്രക്കാരാ. ചൂട് കൂടിയിട്ടാവുന്നല്ലേ? ചെലപ്പോ സീനാവും. ചില വണ്ടികളൊക്കെ എടുത്തു പോകുന്ന കണ്ടില്ലേ? അത് ചുഴലിക്കാറ്റ്. പക്ഷെ ഈ സൈഡിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ സൈഡ് ഇതാക്കുന്ന ടാർ ചെയ്യാൻ വേണ്ടിയുള്ള അതില് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടാണ്. മണ്ണല്ല, മണലായിരിക്കും. എന്തോ ഒരു ജീവി വന്ന് വീണല്ലോ മുമ്പില്. വണ്ടെന്തോ മേളിൽ നീങ്ങി തെളിച്ചു വന്നു. റൈഡേഴ്സ് പോയി. ഇതേതോ റൈഡർ കണ്ണാപ്പി. കൊറേ നേരമായില്ലേ ഓടിക്കാൻ തുടങ്ങിയിട്ട്. അത് രസം എന്താണെന്നറിയോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കൊന്നും വരുന്നില്ല. രണ്ട് സൈഡും ഒരേ കാഴ്ചയാണ്. ചൂടും നല്ല ചൂടുണ്ട്. നമ്മള് അന്നൊക്കെ ഇതിന്റെ പകുതി ചൂടില്ല. അന്നാ AC നാശായ പോലെ ഇത്രയും ചൂട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ രാജസ്ഥാൻ തന്നെ അമ്മാതിരി ചൂടും പൊടിയോ. രണ്ട് സൈഡിൽ നിന്ന് ചില ലോറികളൊക്കെ ഇറങ്ങി കേറുമ്പോ അത് രണ്ട് സൈഡും മണല് തന്നെയാണ്. ശരിക്കും മണലാരണ്യം. ഒരു ബസ് സ്റ്റോപ്പ് കുറെ കാലങ്ങൾക്ക് ശേഷമാണല്ലോ. ഞാനിത് കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന. ഞാൻ ഇതിന് മുന്നേ ബസ് സ്റ്റോപ്പ് ഒന്നും കണ്ടിട്ടേ ഇല്ല. എവിടെയുണ്ടോ? അങ്ങനെയല്ല, ഇങ്ങനെ പോകുന്ന വഴിക്ക് ആ മരങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല അല്ലെ? ആ സൈസ് മരങ്ങൾ തന്നെ അല്ലേ? ഞങ്ങളുടെ മുന്നിലുള്ള ഓട്ടോയിലുള്ള പിള്ളേര് അവര് വീട്ടിൽ പോകുന്നതാണ് കേട്ടോ. ഫുള്ള് ടാറ്റയും കാര്യങ്ങളൊക്കെയാണ്. മൈ ഗോഡ്, ഇത് വീഡിയോ നിർത്തണ്ട. ചെക്കിംഗ് ആണോ നമുക്ക് നോക്കാലോ. പോലീസ് കുറെ പേരെ പിടിക്കുന്നുണ്ട്. മിക്കവാറും ലോറിക്കാരെ ആയിരിക്കും. ഈ നിൽക്കുന്ന ചേട്ടൻ ചില്ലറക്കാരല്ല. ലോറിക്കാരോട് എന്താ ഇവർക്കൊക്കെ ഇത്ര ദേഷ്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. ദേഷ്യമല്ല, അവർക്ക് ചിലരൊക്കെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാട്ടി വരുന്നുണ്ടാവും. ചില വണ്ടിയില് പക്ഷെ ചിലര് അല്ലാത്തവരെയും ഒരു പൊക്കുമ്പോ പിന്നെ എല്ലാരും ഒരുമിച്ച് പൊക്കും. അത്രേ ഉള്ളൂ. ഇതുണ്ടോ ഉപ്പ് വെക്കാൻ വെച്ചേക്കുന്നതുണ്ടോ? ഇതെന്തുപ്പായിട്ടേ? അതെന്തുപ്പാന്ന് ചോദിച്ചാൽ
എന്തുപ്പാണോ എന്ന് എനിക്കറിയില്ല. രാജസ്ഥാനിലെ ഒരു സ്പെഷ്യൽ ഉപ്പാണ്. ഉപ്പാണല്ലേ? എന്തുപ്പാണോ എന്തോ നമുക്കറിയാം. നമ്മള് ഇവരോട് പറഞ്ഞാൽ സാധാ ഹിന്ദിയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഇവർക്കൊന്നും മനസ്സിലാവില്ല. ഇവരുടെ ഭാഷ നമുക്കൊന്നും മനസ്സിലാവില്ല. രാജസ്ഥാനി അവര് പ്രത്യേകതരം ഒരു ഭാഷയാണ് അവര്. ശൈലി അല്ല, അത് ഭാഷേന്റെ ആണോ ഇനി അവര് പറയുന്ന ശൈലിന്റെ ആണോന്ന് അറിയില്ല. അങ്ങനെയുണ്ടല്ലോ, ഒന്നും മനസ്സിലാവില്ല അല്ലേ? പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ചില സമയത്ത് ഇത് ഇങ്ങനെ വരുന്നില്ലേ? ഈ ഉപ്പ് വരുന്നുണ്ടോ? രാജസ്ഥാനികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ വയനാട്ടിലേക്ക് വരുന്നതൊന്നല്ല, കേരളത്തിലേക്ക് വന്നിട്ട് ചിലരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഉപ്പിന്റെ ഈ വലിയ കല്ല് പോലെ ഇരിക്കുന്ന ഉപ്പ്. ഞങ്ങൾ 2 ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയത് കേട്ടോ. മടുത്തേ കിട്ടില്ല. ഞാനിവിടെ ഇരുന്നിട്ടേ ഇത്തിരി വലിച്ചാലോ? ആ ശരി, സാധനം ഇടുവായിരിക്കൂലേ? ഇതിലെന്തോ ഇട്ടിട്ടാണ് വലിക്കുക. സെറ്റപ്പ് നമുക്ക് നിലവിളക്ക് പോലെ ഉണ്ടല്ലേ? നിലവിളക്ക് പോലെ എന്തോ ഉണ്ട്. ഓടൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ? സംഭവം കൊള്ളാം. ഞങ്ങളുടെ ചായ വന്നു കേട്ടോ. പഴയ നമ്മുടെ മൺകപ്പ്, നമ്മള് പഴയ ട്രിപ്പത്തെ അല്ലേ? എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട്? അടിപൊളിയാ. എനിക്കും കിട്ടിട്ടോ. ഇഞ്ചി വേണോന്നൊക്കെ ചോദിച്ചു. ഇഞ്ചി കിട്ടാട്ടോ കുടിക്കുന്നത്. ഞങ്ങള് ഡിഡ്വാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊക്കെ കണ്ടോ? 2 സൈഡിലും വീടുകൾ പണി, നല്ല വെയിലാ. പിന്നെ സൈഡിൽ കൂടെ ഒക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ടല്ലേ? പക്ഷെ പോകുന്ന ഒരു സുഖമുണ്ട്. ഹൈവേന്നൊരു ശമനം. സ്റ്റേറ്റ് ഹൈവേ ആണ്. പക്ഷെ ഇവിടുത്തെ ആ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ. മരം വെട്ടി നിർത്തിയിരിക്കുന്നതിൽ കുറച്ച് ഇലകളൊക്കെ വന്ന് കുഞ്ഞിലകളൊക്കെ ആയിട്ട് റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാലും രാജസ്ഥാനിലൊന്നും കുറഞ്ഞ ആ ഒരു ഫീലില്ല കേട്ടോ. കാരണം 106 രൂപയാണേ. നമ്മൾ തൊട്ട് അപ്പുറത്തുള്ള സംസ്ഥാനത്ത് നിന്ന് അടിച്ചത് 95 രൂപയ്ക്കും 96 രൂപയ്ക്കൊക്കെയാണ്. ഇവിടെ 106 രൂപയാണ് കേട്ടോ. കുറഞ്ഞതായിട്ട് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല നമുക്കൊന്നും. ചോദിക്കട്ടെ, ഒരെണ്ണം മേളില് ഒരെണ്ണം താഴെ. മേളിലുള്ളതിന് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. ഇതിനുണ്ട് നീല കളറല്ലേ? തിളങ്ങണ അതിന്റെ ആ പീലി അങ്ങോട്ട്. പക്ഷെ വെയിലടിക്കുമ്പോഴേ നല്ലൊരു തിളക്കം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതേ NH 458 കൂടെയാണ്. നാഷണൽ ഹൈവേ ആണ്. പക്ഷെ ഇതിന്റെ 2 സൈഡിൽ കൂടെ ലാവിഷായിട്ട് മയിലുകൾ നടക്കുന്നു. പിന്നെ മ്ലാവ് എന്ന് പറഞ്ഞ സാധനല്ലേ, അതൊക്കെ നടക്കുക. ആൾക്കാരുള്ളടത്ത് കൂടെ ഒക്കെ. അത് മറ്റേ നമ്മുടെ ജീരകം. അല്ല, ആൾക്കാരുള്ളടത്ത് കൂടെ ഒക്കെ, ആൾക്കാരുടെ അടുത്ത് കൂടെ ഒക്കെ നടന്നു പോവാം. ഇതൊക്കെ മയിലൊക്കെ അല്ല, രസമല്ല. നമ്മള് നിങ്ങളെ കണ്ട് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ നോക്കുക. എന്താ പരിപാടി? നീ പിടിച്ചോണ്ടെങ്ങാനും പോവാനാണോ? അങ്ങനെയാന്ന് തോന്നുന്നു അവരുടെയൊക്കെ ഒരു. പക്ഷെ ഇതിങ്ങനെ ഒരുതരം ഒരു സാധാ ഒരു കിളി പോലെ. ഇവിടെ അങ്ങനെ ആ ഒരു ഇതേ ഉള്ളൂ. എന്തോ ഒരു എണ്ണത്തിന് നമ്മള് കണ്ടേ. ഇത് ഡെയിലി കാണുന്നല്ലേ നമ്മള് ഈ. അല്ല, ഇത് ഫോറസ്റ്റ് വല്ലതും അല്ല, പക്ഷെ വീടുകൾ എന്തൊക്കെ കുറെ ഉണ്ടല്ലോ. അതും ശരിയാണല്ലോ. സ്കൂള് വരെ ഉണ്ട്. അപ്പൊ പിന്നെ ഫോറസ്റ്റ് ആയിരിക്കില്ല. ഫോറസ്റ്റ് ആയിരിക്കില്ല. അത് അവിടെയൊക്കെ നിപ്പുണ്ട്. മയിലല്ലേ? ഈ സൈഡിലുണ്ടോ? ഈ സൈഡിലൊന്നും കാണുന്നില്ല. കാണാടി നമുക്ക് നിർത്താം. കേട്ടോ, രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. ഗ്രാമം എന്ന് പറയാൻ പറ്റുമോ? ഗ്രാമം എന്ന് പറയാം അല്ലേ? ഒരു ചെറിയ 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 ടൗൺ പോലെയുള്ള ഒരു സ്ഥലം. കുറെ കടകളും ഇവരുടെ നാലുകുടി കാലയും ഒക്കെ ആയിട്ടുള്ള സ്ഥലം. അതിൽക്കൂടിയൊക്കെ ആടുകള്, പശുക്കള് ഒക്കെയാണ് അങ്ങനെ നടക്കുന്നല്ലേ. നമ്മള് കണ്ട ചെറിയ നേരത്തെ ചെറിയ കണ്ട ടൗണിന്റെ ആ ടൗണിൽ കണ്ടില്ലേ, വെറുതെ മയിലാണ് നടക്കുന്നത്. ഇവിടെ പശുവൊക്കെ വ്യത്യാസമുണ്ട്. പശുവൊക്കെ നടക്കുന്നത് റോഡ് സൈഡിൽ കൂടിയൊക്കെ നടക്കുന്നതാണ് പെണ്ണുങ്ങളല്ല ആണുങ്ങള് അല്ലെ? അല്ല, പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങള്. ആണുങ്ങൾക്കാണ് പീലി ഉണ്ടാവുക. ഇതൊരു ടൗൺ ആണ്. ഇതാ ടൗൺ അല്ല, കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നടന്നു പോകും റോഡ് സൈഡിൽ. ഒരു പേടിയില്ല ആൾക്കാർക്ക്. അത് മൈൻഡ് പോലും ഇല്ല. കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? അവിടെ എവിടെയോ ആൺമയിലുണ്ട്. ഓതാ അവിടെ ഇഷ്ടമാരി ഉണ്ട്. പക്ഷെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല. എവിടെയാണ്? താഴെയാ? അതാ അവിടെ നിക്കുന്ന ആ മതിലിന്റെ പൊക്കത്ത് കണ്ടോ? മതിലിന്റെ അടുത്തേക്ക് പോകും.
ഞാൻ അങ്ങോട്ട് പോയി എന്നെ വല്ല ലോറിക്കാരി വന്ന് ഇടിച്ച് കൊണ്ടുപോകുമോ? ആ ഒന്നും എനിക്കറിയില്ല. സൗണ്ട് ഇല്ലാണ്ട് പോകാതെ. ഇതവള് തന്നെ, അല്ല ഇതവൻ തന്നെ. ഡേയ് ഓ എന്താലേ അതിന്റെ പീല് പോവല്ലേ. ഇപ്പുറത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ ഫുള്ള് ദേ ഈ മതിലയിലൊക്കെ നിൽക്കുന്നുണ്ടോ? ഈ മതിലെ നിൽക്കുന്നൊക്കെ മയിലാണ്. എൻ്റെ അമ്മേ എന്തോരം മയിലാ. നമ്മൾ ആദ്യമായിട്ട് ഇത്രയും മയിലുകളെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം കേട്ടോ. ഇത് നോക്കിയേ, എൻ്റെ അമ്മ ഇത് മൊത്തം ആണുങ്ങളാണ്. അത് പൊളിച്ച് ദൈവമിനി പൊത്തുവോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെന്തായിരിക്കും ഇത്ര എണ്ണം ഇങ്ങനെ വന്നതെന്ന് ഞാൻ ആലോചിക്കും. ഇത് ഫോറസ്റ്റ് പോലെ, ഫോറസ്റ്റും അല്ല പക്ഷെ. എന്തായാലും നമുക്ക് പോവാല്ലേ. കാരണം നമ്മളങ്ങനെ അധികം ഇതുങ്ങളെ കണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ആൻസിയേ അവിടെ നിറച്ച് മയില്. എന്ത് നീ ഇരുന്നുണ്ടായിരുന്നോ? എന്നാ പിന്നെ അങ്ങോട്ട് വന്നാ പോരായിരുന്നോ? ഇവിടെയുള്ള ആൾക്കാർക്കേ ഇതുങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലടി. നമ്മളിത് കാണുമ്പോ അമ്മ കണ്ണ് തള്ളി. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ആൻസിന്റെ കണ്ണൊക്കെ ഇപ്പൊ തള്ളി താഴെ എത്തി. നിങ്ങളിങ്ങനെ കണ്ടപ്പോഴേ അവിടെയൊക്കെ ഇരിക്കുവാ. ഇവിടെ ഒരുത്തൻ ഇഷ്ടം പോലെ ഉണ്ട്. ചേട്ടാ ഞങ്ങളിവിടെ ഒരു വണ്ടി ഉണ്ടേ, പാട്ടൊക്കെ കേട്ട് ആ ഒരു ഫ്ലോയില് വരുവാ. ചേട്ടായി ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ട് നടന്ന് തിരിച്ചു വരുന്നുണ്ട്. ശരിക്കൊക്കെയാണ്. ഒരു കാര്യം അറിയോ? എന്താ? ആദ്യമായിട്ട് വണ്ടി വെച്ചോളാൻ പറഞ്ഞു. കാരണം എന്താ പുള്ളൊരു മിലിറ്ററിക്കാരൻ, എക്സ് മിലിറ്ററി എക്സ്. അപ്പൊ നമുക്ക് ആ സൈഡിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോ വേറെ വണ്ടികൾ വരുമ്പോ അവർക്കൊരു നമുക്കൊരു ബുദ്ധിമുട്ടാവും. കിടക്കുമ്പോ ലൈറ്റ് പ്രശ്നം വരും. പുള്ളി അങ്ങനെ സാധാരണ സമ്മതിക്കാറുള്ളതല്ലെന്ന്. പിന്നെ നമ്മള് ഇത്രയും ദൂരെയൊക്കെ ആയതുകൊണ്ട് സമ്മതിക്കുന്നതാണ്.